അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹും ആ അജ്മൽ ഓൻ പെട്ടെന്ന് വന്നിട്ട് കയറിക്കണ്. മനുഷ്യൻ്റെ ഉള്ള സുഖാണ്ട് കളഞ്ഞു. നല്ല മട്ടത്തിന് ഇങ്ങനെ പോവേനു ഡോക്ടർ സിനാൻ്റെ കൂടെ. എന്തൊക്കെ തന്നെയായാലും ഓന് വന്ന് ഓനെ പെങ്ങളെയും കൊണ്ടാണ്ട് പോയിക്കണ് കറങ്ങാൻ. എന്നോടൊരു വാക്ക് മുണ്ടും പറയും ചെയ്യാതെ. ഒന്നുമില്ല, പെറ്റ തള്ളല്ലേ ഞാൻ. ആ പെറ്റ തള്ളൻ്റെ ഒപ്പം ഒരുത്തനിങ്ങനെ വന്ന് വർത്താനം പറഞ്ഞ് പറ്റിയിട്ടുണ്ടാവില്ല. ഓന് എന്താ സാധനം അജ്മൽ എന്നോ. ഓൻ്റെ ഇഷ്ടത്തിനൊക്കെ ഞാൻ അവിടെ നിന്നെടുത്തേക്കണ്. എന്നിട്ടിപ്പോൾ ഞമ്മക്കൊരു സുഖവും സമാധാനം കിട്ടുന്നൊരിത് വന്നപ്പോൾ മുണ്ടാതെ കയറി വന്നിക്കണ്. അല്ലെങ്കിൽ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞോട് ഓനക്ക് ഓൻ എന്തിനു വേണ്ടി കയറുന്നതാ. അതൊക്കെ മറ്റോൻ്റെ പണി തന്നെ ഇക്കാരം ആ ഷാമിലിൻ്റെ. ചെക്കൻ എന്താ സാധനം എന്നോ. എൻ്റെ മോളെ കിട്ടായിട്ടേ അങ്ങനെ അതിന് നടക്കുകയാണ്. ആന കള്ളൻ. ശരിക്കും ഷാമിലിനെ അതാ വല്ലാതെ പഴിക്കുകയാണ് ആ ഉമ്മ. എന്നാൽ ഈ സമയം അതാ അജ്മൽ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ബുഷി ഇക്കാക്ക, ബുഷി മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് എന്തായാലും അൻഷിഫിനൊന്ന് കാണാൻ വേണ്ടി പോകാം. ഇക്ക അതിന് സമ്മതിക്കും? എനിക്കറിയില്ലല്ലോ. അതൊക്കെ സമ്മതിക്കും. വാ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാം. നിനക്ക് ഇനി എന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടത്? ഇക്കാൻ്റെ കുട്ടിക്ക് ഇനി എന്താ വേണ്ടത്? വിഷമിക്കരുത് കേട്ടോ. ഒന്നും വിഷമിക്കരുത്. കുറേ കരഞ്ഞ് തളർന്നിരിക്കരുത്. അതിനൊക്കെ നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇക്കാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കരുത്. നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കണം കേട്ടോ. ഒന്നും കൊണ്ട് ഇക്കാൻ്റെ കുട്ടി വിഷമിക്കരുത്. എൻ്റെ കുട്ടിക്ക് ഇനി എന്താ വേണ്ടത്? സ്നേഹത്തോടെ തൻ്റെ പെങ്ങളെ അതാ നല്ല കരുതലാണ് അജ്മൽ. ഇക്ക, ബുഷി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്താ മോളെ? ഇക്ക, സിനാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വല്ലാത്തൊരു സാധനമാണ് ഇക്ക. ഒരിക്കൽ പോലും എന്നെ മാത്രമല്ല അയാൾ ലക്ഷ്യമിടുന്നത്, നമ്മളെ ഉമ്മയെയും ലക്ഷ്യമിടുന്നുണ്ട്. അത് കേട്ട അജ്മൽ ഒരു നിമിഷം ഞെട്ടി. ബുഷി, നീ എന്തീ പറയുന്നത്? പിതാവ് മരണപ്പെട്ട എൻ്റെ ഉമ്മയെയോ? അതെ, നമ്മുടെ ഉമ്മയെ അയാൾ വേറെ രീതിയിലാണ് കാണുന്നത്. ഉമ്മ മനസ്സിലാകാഞ്ഞിട്ടാണോ ഉമ്മനെ കരുതി കൂട്ടി നിന്ന് കൊടുക്കണം? എനിക്കറിയുന്നില്ലേക്ക. സത്യമായിട്ടും അത് ഭയങ്കര ഒരു സങ്കടമാണ്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണിക്ക. ശരിക്കും അതാ അവളുടെ വാക്കുകൾ കേട്ട അജ്മൽ ഞെട്ടുകയാണ് ചെയ്യുന്നത്. ബുഷി, അതെ മോള് പൂട്ടിയിട്ടത് അതേക്ക. ഞാൻ എന്തെങ്കിലുമൊക്കെ കാണുമോ പ്രതികരിക്കും. ഉമ്മയോട് പറയും, ഉമ്മ സിനാൻ അടുപ്പിക്കണ്ട, സിനാൻ അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ ഈ ഒന്ന് പോടി, ഓനുണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ഉമ്മ ഉപദ്രവിക്കും. പലപ്പോഴും അത് സിനാൻ അങ്ങോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ എന്നോട് ദേഷ്യപ്പെടും. അങ്ങനെ എന്നെ പൂട്ടിയിടും. അതാണ് പതിവ്. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതം തന്നെ മടുത്തിരുന്നിക്ക. അതെ, ഈ ദുനിയാവിൽ എനിക്കൊരിക്കലും സുഖസന്തോഷമായൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം സമ്മതിക്കില്ലല്ലോ അവരെന്നെ ജീവിക്കാൻ. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. മോളെ, ഷാമിൽ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് നിൻ്റെ ഭർത്താവ് വിളിച്ച് പറഞ്ഞത്രേ എൻ്റെ ബുഷിയെ രക്ഷിക്കണം എന്നുള്ളത്. അപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതെ, എന്താ ചെയ്യാം, പക്ഷേ സമ്മതിക്കില്ലിക്ക. അല്ല മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. നീയും അൻഷിഫുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പറ. ഇക്ക, ആദ്യമൊക്കെ കുറച്ച് സ്വഭാവത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. എന്നാൽ ഇക്ക, ഇപ്പോൾ എല്ലാം പൂർണ്ണനായൊരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ്. ബുഷി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തിനാണ് അവൻ നിന്നെ ഡൈവോഴ്സ് ചെയ്തപ്പോൾ? ഇക്ക, അതെനിക്കറിയില്ല. ഡൈവോഴ്സ് ചെയ്ത കടലാസ് എൻ്റെ മുമ്പിലേക്ക് ഉമ്മ കൊണ്ടുവന്ന് എറിഞ്ഞു തന്നതാണ്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലിക്ക. നിൽക്കാനാവില്ല ഇവിടെ. ഒന്നെങ്കിലും മരണം, അല്ലെങ്കിൽ ബുഷി, നീ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ജീവിതത്തിൽ തോറ്റുപോയിന്ന് കണ്ട ആത്മഹത്യയാണോ ഒരു പരിഹാരം? പിന്നെ എനിക്കാരാ? ഞാൻ നിന്നെ എൻ്റെ ജീവനോ തുല്യം സ്നേഹിച്ചതാണ് പെണ്ണെ. അതെ, നിനക്ക് എന്തേ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താ അതിനൊരു അർത്ഥം? ഹംദ ശരിയാണ്, അവളെനിക്കുണ്ട്, അവൾ എൻ്റെ ഭാര്യയാണ്. പക്ഷേ കൂടുതലായിട്ട് ഇത്രയധികം ഇടപഴകലും എല്ലാ സങ്കടങ്ങളും സങ്കടങ്ങളും തുറന്നു പറയാൻ അവൾക്കാവില്ല. കാരണം അവൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ജീവിച്ചതാണ്.
അവൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാണ്. അവൾ ഒരുപാട് ആ ഗൾഫിലെ അല്ലെങ്കിൽ അറബി വീട്ടിലെ ആ ഒരു വീടിനുള്ളിൽ ഇരുട്ടറയിലിട്ട് പീഡിപ്പിച്ചതാണ്. അതൊക്കെ രക്ഷപ്പെടുത്തി തന്നത് എനിക്ക് ഷാമിൽ തന്നെയാണ്. അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് കേട്ടപ്പോൾ എനിക്കാകെ ടെൻഷനായി. ഞാൻ അവനെ കുറേ ചീത്ത പറഞ്ഞു. ഇക്ക, ഷാമിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ പാവമാണ്. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഞാനും മനുഷ്യഫ് ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ്. അല്ലാതെ വേണ്ടാത്ത രീതിയിൽ എന്നെ ഒന്നും ഷാമിൽ പറഞ്ഞിട്ടില്ല. ഒന്നും എന്നോട് ഉപദേശിച്ചിട്ടുമില്ല. എന്നോട് പറഞ്ഞു മോളെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേണ്ടാത്ത രീതിയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഷാമിൽ പാവമാണിക്ക. എനിക്കറിയാം, എനിക്കെല്ലാം മനസ്സിലായി. പിന്നെ എനിക്ക് ഓരോരുത്തർ പറയുന്നതല്ല ഞാൻ കേൾക്കുക. ഉമ്മയും അതുപോലെ തന്നെ സിനാനൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആകെ തകർന്നു പോയി. അതിൻ്റെ പേരിൽ അവരുടെ ഉപ്പയെ വിളിച്ച് ചീത്ത പറഞ്ഞു. അവരുടെ ഉപ്പയോട് പറഞ്ഞു മോൻ്റെ സ്വഭാവം. സത്യം പറഞ്ഞാൽ എൻ്റെ ബുഷി, ഞാൻ എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഇഷ്ടമുള്ള ആൾ വന്ന് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ ആർക്കും സഹിക്കൂലല്ലോ. അതുകൊണ്ടാണ് മോളെ ഞാൻ അവനോട് പറഞ്ഞത്. അല്ലാതെ വേറൊന്നുമല്ല ഇക്ക. അവൻ പാവമാണ്. അവനെയാണ് ഇപ്പോൾ ഒരു കരുവാക്കിയിട്ടുള്ളത്. ശരിക്കും ഹോസ്പിറ്റലിൽ ഞാൻ നഴ്സിങ്ങിന് പോയ സമയത്ത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വേറെ ആയിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ അപായപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഷാമിലാണ് എന്നെ വന്ന് രക്ഷിച്ചത്. അല്ലാതെ ഒരിക്കൽ പോലും. പക്ഷേ നേരെ തിരിച്ചു. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അതെ ഷാമിൽ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിക്കാം ഫോട്ടോ വരെ സെറ്റാക്കി. അതെ, ഒരു ചാറ്റ് GPT അല്ലെ ജെമിനിയോട് പറഞ്ഞാൽ 2 ഫോട്ടോ കൊടുത്താൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയും നിൽക്കുന്ന ഫോട്ടോവും ഒക്കെ സെറ്റ് ചെയ്യാലോ. അതിനൊന്നും പണിയില്ലല്ലോ ഇപ്പോൾ ഈ കാലത്ത്. അതുകൊണ്ട് തന്നെ ശരിക്കും അത് വേണ്ടാത്ത പല ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് അവൻ ആളുകളെ പ്രലോഭിപ്പിച്ചിരുന്നത്. എൻ്റെ ഇക്ക, സത്യമായിട്ടും സിനാന് അതെ അവനെതിരെ നടപടി എടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എന്നാലും ബുഷി, അൻഷിഫ് നിന്നെ ഡൈവോഴ്സ് ചെയ്യാൻ കാരണമാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒന്നുമില്ലക്ക, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും പ്രയാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ല ഹാപ്പിയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. അതിനിടയിലാണ് ഞങ്ങളുടെ ഇടയിലേക്ക് അയാൾ കടന്നു വന്നത്. പിന്നെ ഞങ്ങളുടെ ജീവിതം പിന്നെ സംശയാസ്പദമായ രീതിയിലായിരുന്നു. എന്നെ ശരിയാണ്, എൻ്റെ ഹസ്ബൻഡ് ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ സ്നേഹത്തിൽ ഒരു കുറവ് വരുന്നതായിട്ട് എനിക്ക് തോന്നി. കാര്യം മറ്റൊന്നുമല്ല. അതായത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഈ സിനാന് ഓരോന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് കഴിവ് കെട്ടവനല്ലേ, നീ എന്തിനാ അവൻ്റെ കൂടെ ജീവിക്കുന്നത്, ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖം നിനക്കറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ അതിൽ നിന്ന് പിന്മാറുകയോ അദ്ദേഹത്തിനോട് സ്നേഹം കുറയുകയോ എനിക്ക് ചെയ്തിരുന്നില്ല. എനിക്ക് അദ്ദേഹത്തോട് ഇപ്പോൾ ബഹുമാനമായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അല്പം മാറ്റങ്ങളൊക്കെ വന്നു. അത് ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കാം, അതെനിക്കറിയാം. എന്നാലും എനിക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എൻ്റേത്. പിന്നീട് ഞാൻ ക്ഷമിച്ച് ജീവിച്ചു. പാവമാണ് ആ ഉമ്മ. ആ ഉമ്മയുടെ അരികിലൊക്കെ പോയിട്ട്, നീ വിഷമിക്കണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ ആ ഉമ്മയുടെ അരികിലേക്ക് പോകാം, അൻഷുവിൻ്റെ അടുത്തേക്ക് പോകാൻ വരട്ടെ. കാരണം ഡൈവോഴ്സ് നോട്ടീസ് അയച്ച സ്ഥിതിക്ക് ഇനിയൊരു പക്ഷേ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നോക്കാം, ഇൻഷാ അല്ലാ നമുക്ക് ആ ഉമ്മയുടെ അരികിലേക്ക് പോകാം. എന്നാൽ അത് അൻഷിഫ് സാറിൻ്റെ ഉമ്മയുടെ അരികിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആയത്. അതെ ഇക്കാക്ക, നമുക്ക് പോകാം. എന്നാൽ അതാ ആ ഉമ്മയുടെ അരികിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ചധികം സാധനങ്ങളെല്ലാം വാങ്ങി. പാവമല്ലേ, മകൻ ഹോസ്പിറ്റലിലല്ലേ, ഹോസ്പിറ്റലിൽ എത്തിയാൽ തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ അവസ്ഥ പറയാൻ പറ്റൂല. ആദ്യം ഉമ്മയുടെ അരികിലേക്ക് പോകാം. അത് ബുഷിയുടെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഇക്കാക്ക, ഉമ്മയൊന്ന് കാണണം, എനിക്ക് ഉമ്മയോടെല്ലാം ഒന്ന് പൊട്ടിക്കരഞ്ഞ് പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഇക്കാക്ക. അങ്ങനെ അതാ പെങ്ങളുടെ ഇഷ്ടപ്രകാരം നേരെ അതാ ഉമ്മയുടെ അരികിലേക്ക് പോകുന്നു. എന്നാൽ ആ ഉമ്മ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവിടെ അവർ എത്തുന്നു. ആ വീടിൻ്റെ മുമ്പിൽ ആകപ്പാടൊരു മൂകത തളം കെട്ടിയിരുന്നു. എന്നാൽ ബുഷി അവിടേക്ക് ചെന്നു. ഉമ്മ ഉമ്മ ഉമ്മ. അതെ, ഉമ്മ നിസ്കാരപ്പായലായിരുന്നു. ഉമ്മ അത് കരഞ്ഞ് ദുആ ചെയ്യുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട
പൊന്നു മോൻക്ക് വേണ്ടിയിട്ട് അല്ലാ റബ്ബേ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ അല്ലാ നീ രക്ഷപ്പെടുത്തിക്കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഉമ്മ കരഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഉമ്മ ആ ശബ്ദം കേട്ടത്. അല്ലാഹുവേ, എവിടുന്നാണ് എൻ്റെ കുട്ടിൻ്റെ ഒക്കെ ഒരു ശബ്ദം, എൻ്റെ മോളെ ശബ്ദം പോലെ കേൾക്കുന്നുണ്ടല്ലോ. ആ ഉമ്മ നിസ്കാര കുപ്പായം ഇട്ടുകൊണ്ട് തന്നെ അതാ വാതിലിനടുത്തേക്ക് നടന്നു വരുന്നു. അല്ലാ മക്കളെ, വാതിലടച്ചിട്ടൊന്നുമില്ല, തുറന്നോളി. അല്ലാ ഉമ്മ ശരിക്കും അതാ ബുഷിയെ കണ്ട ആ ഉമ്മ, മോളെ എൻ്റെ ബുഷി എന്ന് പറഞ്ഞ് അതാ അവളെ കെട്ടിപ്പിടിക്കുന്നു. മോളെ, ഉമ്മാൻ്റെ പൊന്നുമോള് വന്നോ? ഉമ്മാൻ്റെ പൊന്നുമോൾ എവിടെയായിരുന്നു? വരി വരി. അല്ലാ എൻ്റെ കുട്ടി വന്നോ? മോളെ, നമ്മളെ മോനെ, എൻ്റെ മോൻ അൻഷിഫ്, എൻ്റെ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരൂലേ മോളെ? എൻ്റെ മോൾ എങ്ങനെ വന്നത്? ഇക്കാക്ക വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അജ്മൽ, ഉമ്മ അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. കുട്ടിയെ ഇരിക്കി. എൻ്റെ മോൻ്റെ സ്ഥിതി അറിയില്ലേ? എൻ്റെ മോൻ വളരെയധികം, എൻ്റെ കുട്ടി, മോൻ എപ്പോഴാണ് വന്നത്? ഞാൻ ഇന്ന് വന്നതാണുമ്മ. മോനെ ആശുപത്രിക്ക് പോയി നോക്കിയോ? എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടുമോ? ഉമ്മ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. എന്നാലും ഉമ്മ, വളരെയധികം സങ്കടകരമായ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്താ മോനെ? അതുമ്മ, അത് ബുഷിയെ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട് അൻഷിഫ്. ഈ അവസരത്തിലോ? ഏയ്, എങ്ങനെ ഈ അവസരത്തിൽ എൻ്റെ കുട്ടി ഡൈവേഴ്സ് ചെയ്യേ? എങ്ങനെ? അത് ഉമ്മ, അതൊക്കെ നടന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് പടച്ച റബ്ബിനെ അറിയുള്ളൂ. അല്ലാ എൻ്റെ പൊന്നു മോളെ ബുഷിയെ, എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂലല്ലോ. കാരണം എൻ്റെ ഇഷ്ടപ്രകാരമാണ് എൻ്റെ കുട്ടി നിന്നെ കല്യാണം കഴിച്ചത്. അവന് കല്യാണത്തിനോട് വലിയൊരു താല്പര്യമൊന്നും അന്നില്ലെങ്കിലും എൻ്റെ കുട്ടി, അതെ, ഞാൻ മരിച്ചു പോയ എൻ്റെ കുട്ടിക്ക് ആരാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടത്തിനാണ് അവൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അവൻ അങ്ങനെ ചെയ്യൂലല്ലോ എൻ്റെ അനുവാദമില്ലാതെ. ഏയ്, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. ഉമ്മ, നിങ്ങൾ വിഷമിക്കില്ലേ? എല്ലാം കാണുന്നവൻ അള്ളാഹു ഉണ്ടല്ലോ. മോനെ, സത്യമായിട്ടും ഇത് ഒരിക്കലും ഉമ്മാനെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയണില്ല. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ട് മക്കളെ. ഒരിക്കലും എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. എന്നോട് അനുവാദമില്ലാതെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല. എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല. എൻ്റെ മോൻ ചെയ്യൂല. ഉമ്മ, അത് നമുക്ക് അന്വേഷിക്കാം, നോക്കാം കേട്ടോ. എന്നാലും ഡൈവേഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം. ഇല്ല മോനെ, ഒരിക്കലും എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. എനിക്ക് നന്നായിട്ടറിയാം. മക്കളെ ഇരിക്കും, ഞാൻ എന്തെങ്കിലും വേണ്ടമ്മ, ഒന്നും വേണ്ട. ഉമ്മ ഇവിടെ തനിച്ചാണോ? അതെ അതെ മോളെ, ഞാൻ തനിച്ചല്ലാതെ എനിക്ക് ആരുള്ളത്? ആരുമില്ലല്ലോ. കൂട്ടുകുടുംബങ്ങളൊന്നുമില്ല. കൂട്ടുകുടുംബങ്ങളൊക്കെ വിട്ടിട്ടാണ് എൻ്റെ അൻഷിഫിൻ്റെ ബാപ്പ ഇങ്ങോട്ട് വന്നത്. അത് മൂപ്പർക്കും അവിടെ ആരുമില്ലായിരുന്നു. ഉമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ മരിച്ചു പോയതിൻ്റെ ശേഷം ഇങ്ങോട്ട് പോന്ന്. അത് ഇവിടെത്തി കുറച്ചായപ്പോഴേക്കും ഓൻ്റെ ബാപ്പയും മരണപ്പെട്ടു. പിന്നെ എൻ്റെ കുട്ടിനെ ഞാൻ പഠിപ്പിച്ചുണ്ടാക്കിയത് അല്ലാ എനിക്കറിയാം. അയൽവക്കത്ത് പോയി പാത്രം കഴുകിയിട്ടും മഴയത്തും വെയിലത്തും പണിയെടുത്തിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ ഒരു കുട്ടി എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചു. പിന്നെ എൻ്റെ കുട്ടിയെ എൻട്രൻസ് എഴുതിപ്പിച്ചു. അൽഹംദുലില്ലാ, നല്ല റാങ്ക് കിട്ടി. എൻ്റെ കുട്ടി പാസ്സായത് അപ്പോഴാണ് MBBS ചേർത്തത്. അല്ലാ, അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ കുട്ടി പഠിച്ചുണ്ടാക്കിയതായിരുന്നു. എന്താ ചെയ്യാം, പഠിച്ചവൻ്റെ വിധി അതങ്ങനെ ആയിരിക്കും. അല്ലാ, എൻ്റെ കുട്ടിക്ക് ആയുസ് കൊണ്ടല്ല. ഞാൻ വിചാരിക്കും എൻ്റെ കുട്ടി കിടപ്പവിടെ കിടന്നാൽ എൻ്റെ മുമ്പിൽ കണ്ണു നിറന്ന് കിടക്കുമ്പോൾ എനിക്കത് മതി. എൻ്റെ കുട്ടീനെ കാണാൻ എനിക്ക് മരിക്കോളം. അതാ ഞാൻ വിചാരിക്കണത്. ഉമ്മങ്ങളൊന്നുകൊണ്ട് കരയില്ലേ? ശരിക്കും ബുഷി കരഞ്ഞു പോകുന്നു. റബ്ബേ, സത്യം പറഞ്ഞാൽ ഒന്നുമില്ല ഉമ്മാൻ്റെ കുട്ടിക്ക്. പക്ഷേ എന്തൊക്കെയോ ഉണ്ടാനും എന്തെന്നറിയില്ല. അൻഷിഫ് സാറ് ഒരാളെ പോലും അന്വേഷിക്കുവാനും ഇതിനും വിടുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. അങ്ങനെ ഏതാ അവർ ഉമ്മ, എന്നാൽ ഞങ്ങൾ പോയി നോക്കട്ടെ ഹോസ്പിറ്റലിലേക്ക്. മക്കളെ പോയി നോക്കിക്കോളി. ഏതായാലും നിങ്ങൾ ദുആ ചെയ്യട്ടോ. വേറെ ഡോക്ടറെ മാറ്റാൻ പറ്റുമോ ഒന്ന് നോക്കി. സിനാൻ ഡോക്ടർ ആളത്ര ശരിയല്ല എന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത്. ഉമ്മ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കില്ലേ? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒക്കെ സെറ്റാക്കാം കേട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ ഏതാ അവർ
ആ ഉമ്മയുടെ കൈകളിൽ കുറച്ച് ക്യാഷൊക്കെ കൊടുത്ത് കുറച്ച് ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു പോകുന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹോസ്പിറ്റലിലേക്ക് പോകുകയല്ലാതെ വഴിയില്ല. എന്നാൽ അജ്മൽ ചിലതൊക്കെ തീരുമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. അവർ ഒരുപാട് നേരം ലേറ്റ് ആകുന്നു. ഈ സമയം ഉമ്മ പറയുന്നു, എവിടെ പോയി കെടുക്കാന്നാവോ രണ്ടും കൂടി. വന്നപ്പോൾ തന്നെ തുടങ്ങിയ സർക്കീട്ടാണ്, എവിടുക്കാന്നാവോ എന്താന്നില്ലേ. അതിനിടയിൽ അതാ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സിനാൻ. ഹലോ, എവിടെ, എന്തെങ്കിലും പറഞ്ഞോ? എനിക്കെന്താ പുല്ല്, എനിക്കങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഉമ്മാനോടുള്ള കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ബുഷിനെ മാത്രമല്ല. എൻ്റെ പൊന്നാര സിനാൻ അത് കേൾക്കണ്ട ബനെ. എൻ്റെ മോൻ അജ്മൽ കേട്ടാ പിന്നെ എന്നെ വെട്ടി കഷ്ണം മുറിച്ചില്ലേക്കാരം. ഉമ്മ ഞാൻ തുറന്നു പറയല്ലോ. അങ്ങനെ അവൻ തന്നെ മതിയല്ലോ. അതെ, എനിക്ക് ഉമ്മാനോടൊരു ഇഷ്ടം തോന്നിക്കണ്. പ്രായം അതൊക്കെ എന്ന് വെച്ചാൽ എന്താ ഒരു നമ്പർ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ബുഷിയേനേക്കാളും എനിക്കിഷ്ടം ഉമ്മാനാണ്. പിന്നെ ബുഷിയെ കിട്ടിയാൽ എനിക്ക് ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നുള്ള എനിക്ക് ആക്കാലോ. മോനെ നീ വേണ്ടാത്തൊന്നും പറയണ്ട കേട്ടോ, പഠിച്ചോനെ അതൊക്കെ കേട്ട് കഴിഞ്ഞാലേ. പിന്നെ നീ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മൂളി തരുന്നത് എനിക്കും തന്നെ കേൾക്കുമ്പോഴൊരു രസമാണ്, അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഉമ്മ എന്നുള്ള പേര് ഞാനതിന് ഒഴിവാക്കണേ. ഇനിയൊരിക്കലും ഉമ്മയല്ല, എൻ്റെ പെണ്ണെന്ന് ഞാൻ വിളിക്കൂട്ടോ. അതെ, അവർ കിന്നാരം തുടങ്ങി. മോനും മോളും അവിടെ ഇല്ലാത്ത സമയം ഉമ്മ വീണ്ടും പറച്ചിൽ തുടങ്ങി. എൻ്റെ സിനോ, ഇജ് ഇന്നെങ്ങനെ കൊഞ്ചിപ്പിച്ചിട്ടടാ. ഇജ് കൊഞ്ചിപ്പിക്കണമെന്ന് മറ്റോനക്ക് പറ്റണില്ല. മറ്റോനക്ക് ഇപ്പം എന്തിൻ്റെ കേടാ? എന്താ ഉമ്മാരെ ഇഷ്ടം പോലൊക്കെ നടക്കണ്ട. പിന്നെ ഓനങ്ങനെ പേടിച്ച് നിൽക്കണം. എന്താ എന്നെ കിട്ടുമൊന്നുമില്ല. എന്തിനാന്ന് അവർ രണ്ടും കൂടി പുറപ്പെട്ടിക്കണേ കരുതിക്കോ നല്ലോണം. അത് ഹോസ്പിറ്റലിലേക്കൊന്നും അവരെത്തൂരമ്മ. അതെ, അൻഷിഫ് അവിടെ കിടക്കണം. ആ ഒരു കിടത്തം കിടന്നാലാണ് നമ്മളെ പ്ലാനിങ് ഒക്കെ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തായി തീരുന്നോ? അത് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവന് എൻ്റെ തലയിലേക്ക് കയറാൻ നോക്കിയാലുണ്ടല്ലോ, ഞാനത് ഇല്ലാതാക്കും. എടാ അങ്ങനൊന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാലേ ഇനിയിപ്പോൾ ആദ്യം വലിയ പ്രശ്നമാവും. എൻ്റെ റബ്ബേ, മക്കളെ പേടിച്ച് ജീവിക്കേണ്ടൊരു കാലം. എന്തായാലും നിങ്ങളെൻ്റെ പെണ്ണിൻ്റെ സ്ഥാനത്ത് തന്നെ ഞാൻ ഉമ്മങ്ങളെ കാണുള്ളൂ. ശരിക്കും അതെ, അശ്ലീല ചുവ കലർന്ന ആ ഒരു സംസാരം ഇതെങ്ങാനും അജ്മൽ കേട്ടാലേ അതെ ആ നിമിഷം അയാളെ ഇല്ലാതാക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ രഹസ്യമായ സമയത്താണല്ലോ ഇവർ പറയുന്നത്, ആരുമില്ലാത്ത സമയത്ത്. ഉമ്മ ഇത്രക്കും തരം താഴ്ന്ന ആൾ ആകാൻ പാടില്ല എന്നതായിരിക്കും അവൻ്റെ മനസ്സിലെ ചിന്തകൾ. പക്ഷേ എന്ത് ചെയ്യാൻ? എന്നാൽ ഈ സമയം അതാ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്തായാലും വേണ്ടില്ല, നമുക്ക് രണ്ടാളൊന്ന് കാര്യങ്ങൾ അറിയണം, അല്ലേ പറ്റില്ല. അതായത് ഇതിപ്പോൾ ഈ ഒരു ഇതിൽ അങ്ങനെ അതാ ആ ഹോസ്പിറ്റലിലേക്ക് അവർ കടന്നു വരികയാണ്. അത് ഡോക്ടർ അൻഷിഫ്, എൻ്റെ ഭർത്താവ്. പെട്ടെന്ന് അവിടെ സെക്യൂരിറ്റി അത് പറഞ്ഞു. ഭർത്താവോ? ആരുടെ? ഇവിടെ അങ്ങനെ ഭർത്താവ് ഭാര്യ എന്നുള്ളതിനൊന്നും പ്രവേശിക്കാൻ പറ്റില്ല. സിനാൻ സാറ് അത്രക്കും വലിയ സെക്യൂരിറ്റിയാണ് ഇവിടെ നിർത്തി പോയിട്ടുള്ളത്. ഒരിക്കൽ പോലും നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കരുത്. അതെൻ്റെ ഭർത്താവാണ്, എനിക്കെൻ്റെ ഭർത്താവിനെ കാണാൻ അവകാശമില്ലേ? ആരുടെ ഭർത്താവ്? അങ്ങനെ ഒരു ഭർത്താവില്ലല്ലോ. നിങ്ങളൊക്കെ ഇന്ന് ഡൈവോഴ്സായ ഒരു ഇതൊക്കെ കേട്ടിരുന്നല്ലോ. ഇനി നിങ്ങൾ എന്താ നിങ്ങളെ പ്ലാൻ? എന്താ രോഗിയെ കൊല്ലാൻ വരികയാണോ? ശരിക്കും അതാ അജ്മലിനോടും ബുഷിയോടും സെക്യൂരിറ്റി കാര്യങ്ങൾ പറയുന്നു. അതേ, സാറ് വരാതെ ഒന്നും നടക്കില്ല. ഒരു കുട്ടിയെ ഇങ്ങോട്ട് ഒരു ഉറുമ്പിനെ പോലും പ്രവേശിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങളെങ്ങോട്ടാ? അല്ല പിന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് അതാ അജ്മലിനെയും ബുഷിയെയും അവിടെ നിന്ന് പറഞ്ഞു വിടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സർ, നിങ്ങളത് കേൾക്കേ. എനിക്ക് എന്താ കുട്ടി ഈ പറയുന്നത്? നോ എക്സ്ക്യൂസ്. അതായത് എന്താണെന്ന് വെച്ചാലേ, സാറ് പറയാതെ ഒരു കുട്ടിനെ ഇങ്ങോട്ട് കയറ്റി വിടരുതെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നോ പ്രോബ്ലം, ആരെയും കടത്തി വിടില്ല. ഗെറ്റ് ഔട്ട്. എന്നാൽ ശരിക്കും ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. അജ്മൽ അത് നോക്കി. സാരല്ല ബുഷി, അത് അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും നമുക്ക് അതിലേക്ക് പാടില്ല. എന്നാൽ പെട്ടെന്നാണ് അവരത് ഓർത്തത്. ഈ ഹോസ്പിറ്റലിലെ ഹോണർ എന്നുള്ള നിലക്ക് ആയിരിക്കും അവൻ അത്രയ്ക്കും കർശന നടപടി. എന്നാൽ ഇതിൻ്റെ മറ്റേ ഹോണർ എടുത്ത് ഒന്ന് ചെല്ലുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് ബുഷി അങ്ങോട്ട് ഇറങ്ങി കണ്ണീരോടെ ചെല്ലുമ്പോൾ അതാ ഷിഫ അത് കാണുന്നു. ഡോക്ടർ,
ഡോക്ടർ ഷിഫിയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ബുഷിക്ക്. ബുഷി, നീ മോളെ എന്തേ ഇവിടെ? ഇക്കയെ കണ്ടോ? എന്നാൽ ബുഷിയുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾ ചോദിച്ചു, എന്തു പറ്റി? കണ്ടില്ലേ? വരൂ, ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ബ്രദറാണ്. ഓ, എപ്പോൾ വന്നോ? ഓക്കെ, വരൂ കേട്ടോ. എന്നാൽ സെക്യൂരിറ്റി പറഞ്ഞു, ഇല്ല, ഇവിടെ ആർക്കും പ്രവേശനമില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, പിന്നെ എങ്ങോട്ടാണ് നിങ്ങൾ ഓരോരുത്തരെ വലിച്ചു കൊണ്ടുവരുന്നത്? ഒരിക്കലും ഒരാൾക്കും പ്രവേശനമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഷിഫ പറഞ്ഞു, അതെ, ഇവളുടെ ഭർത്താവാണ് അവിടെ കിടക്കുന്നത്. അതിനെന്താ? ഭർത്താവിനെ കാണാൻ ഭാര്യയ്ക്ക് അവകാശമില്ലേ? ഇവിടെ ഭാര്യ ഭർത്താവൊന്നുമില്ല. ഇവിടെ ഡോക്ടർ പറഞ്ഞതിന് അപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. ഇവിടെ കനത്ത സെക്യൂരിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേണ്ടാത്തിന് വെറുതെ നിൽക്കണ്ട. ഇതിനകത്തേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുകയാണെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വാണിംഗ് തന്നിട്ടുള്ളത്. പെട്ടെന്ന് അജ്മൽ പറഞ്ഞു, വേണ്ട ഡോക്ടർ. ഷിഫക്ക് മനസ്സ് വല്ലാതെ വേദനിച്ചു. ഇത് റയാൻ ഡോക്ടർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. വരൂ ബുഷി, വരൂ ഇക്ക, വരൂ. അങ്ങനെ അതാ ഷിഫ ഒരിടത്തേക്ക് അവർ രണ്ടുപേരെയും കൊണ്ടുപോകുന്നു. അതെ, നമുക്കൊരിടത്തേക്ക് പോകണം. നിങ്ങൾ വണ്ടി എടുത്തോളൂ, ഞാൻ എൻ്റെ വണ്ടി എടുക്കാം. നേരെ അവർ പോയത് ഡോക്ടർ റയാൻ്റെ അരികിലേക്കായിരുന്നു. റയാൻ അല്പം ബിസിയുള്ള സമയമായിരുന്നു. എങ്കിലും അവർ വെയിറ്റ് ചെയ്തു. എന്നാൽ ഷിഫ പറഞ്ഞു, അതെ ബ്രദർ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. അതായത് ഇവിടുത്തെ സ്ഥിതിഗതികൾ വളരെയധികം പരിതാപകരമാണ്. അതായത് ഡോക്ടർ സിനാന് അയാൾ വിചാരിച്ച രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും പറയാനും ഒന്നിനും ചെയ്യാനുള്ളൊരിതില്ല. പക്ഷേ ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് വരുമെന്നാണല്ലോ. എന്നും അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങളൊന്ന് വരൂ. അപ്പോഴേക്കും ഡോക്ടറും എത്തും. ശരിക്കും ബുഷി, നിൻ്റെ ജീവിതത്തിൽ അതെങ്ങനെയായിരുന്നു? നിൻ്റെ ജീവിതം അത് അൻഷിഫ് സാറിൻ്റെ കൂടെ ഹാപ്പി ആയിരുന്നോ? എന്നാൽ അവൾ പറഞ്ഞു, ആദ്യമൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനും എൻ്റെ അൻഷിഫ് സാറും വളരെയധികം ഹാപ്പി ലൈഫ് ആയിരുന്നു. ഓ, അങ്ങനെ. പിന്നെ എന്താണ് ഈ സിനാൻ ഇതിൽ കയറി കളിക്കുന്നത്? ഡോക്ടർ സിനാൻ അവിടുത്തെ സീനിയറൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും കാട്ടിക്കൂട്ടലുകളും കാണുമ്പോഴേ ആർക്കായാലും ഒന്ന് ദേഷ്യം പിടിച്ചു പോവും. ആ രീതിയിലാണ് സിനാൻ്റെ ചെയ്തികളൊക്കെ. എന്തപ്പോൾ ഇതിന് ചെയ്യാം? റയാനോട് പറഞ്ഞിരുന്നു അത് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അതിനു മുമ്പായിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ മൊത്തം ഏറ്റെടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. എങ്കിലും എന്നാൽ അജ്മൽ പറഞ്ഞു, എൻ്റെ ബുഷി എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേറെ പല കിംവദന്തികളും കേൾക്കുന്നുണ്ട്. അതായത് ഡോക്ടർ സിനാന് ബുഷിയെ കല്യാണം കഴിക്കുകയാണ്, അൻഷിഫ് കഴിവ് കെട്ടവനായതുകൊണ്ട് അങ്ങനെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം സങ്കടമാണ് തോന്നിയത്. പക്ഷെ പിന്നീട് കാര്യങ്ങളുടെയൊക്കെ യഥാർത്ഥം അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കണേ, എൻ്റെ ബുഷിയോട് ചോദിച്ചിട്ട് ഞാൻ എന്തും ചെയ്യുള്ളൂ. അതിനു മുമ്പ് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അള്ളാഹു ആലം അതിൻ്റെയൊക്കെ യഥാർത്ഥം സത്യം എന്താണ് എന്നൊക്കെ അറിയുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ശരിക്കും നല്ലൊരു ഡോക്ടറെ, നല്ലൊരു അന്വേഷണം നമുക്ക് ആക്കിക്കൂടെ അൻഷിഫിനെ കുറിച്ച്? തീർച്ചയായും നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപഴകാൻ ആരുമില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇത്. കാരണം ബുഷി പാവം പെൺകുട്ടിയാണ്. അവൾ അന്വേഷണത്തിന് മുതിരുകയാണെങ്കിൽ അവളുടെ കൂടെ ആരെങ്കിലും സപ്പോർട്ടീവായിട്ട് മാതാപിതാക്കൾ നിൽക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നിൽക്കണം. അതുമില്ല. ആ കുട്ടി ആകെപ്പാടെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരിത് വരുന്നില്ല. കാരണം അൻഷിഫിൻ്റെ ആ ഒരു അസുഖങ്ങളും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആരും നോക്കുന്നില്ല. അതാണ് പ്രധാനം. വേണ്ടപ്പെട്ടവർ ഒന്ന് സഹകരിച്ചെങ്കിലല്ലേ. വേണ്ടപ്പെട്ടവരെന്നാൽ ഇവരൊക്കെയാണ്. സ്വന്തം ഉമ്മ വരെ ഇവൾക്ക്. സത്യം പറഞ്ഞ അജ്മൽ, ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടു ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത്. പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു. അത്രയ്ക്കും മോശപ്പെട്ട രീതിയിലാണ് സിനാൻ്റെ പ്രവർത്തനങ്ങൾ അജ്മൽ. അതെ, എനിക്ക് സത്യം പറഞ്ഞത് ആരോട് എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. അത്രയ്ക്കും മോശമായ രീതിയിൽ. ഒന്നുമില്ലെങ്കിൽ ഡോക്ടർ അങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? അതൊരു ഉമ്മയോടൊക്കെ. അതുമാത്രമല്ല ബുഷിയോടൊക്കെ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറയുന്ന രീതിയിലാണ്.
എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലത്. ഞാൻ റയാനോട് കാര്യങ്ങൾ സംസാരിച്ചു. റയാൻ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എന്താ ഇനിയിപ്പോൾ ചെയ്യാം? റയാൻ പറഞ്ഞു, നമുക്ക് അന്വേഷിക്കാം, നോക്കാം. പക്ഷേ അൻഷിഫിൻ്റെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാം? വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അത്രക്കും ഒരു അധികാരമോഹി, വേറെ പല ലക്ഷ്യങ്ങൾ മനസ്സിൽ, അത് വേറെ, എല്ലാം കൂടെ എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ. ശരിക്കും അതാ ഷിഫ പറഞ്ഞ വാക്കുകൾ കേട്ട് അജ്മലിന് തൊലി ഉരുന്ന പോലെ തോന്നിച്ച് സ്വന്തം കുടുംബത്തിൽ വന്ന് അയാൾ കയറി കളിക്കുകയാണ്. വെറുതെ വിടില്ല ഞാൻ സിനാനെ, ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. കളിച്ച് കളിച്ച് അവൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുകയാണ്. ശരിക്കും അജ്മലിന് ദേഷ്യം വന്നു. എന്നാൽ പെട്ടെന്ന് റയാൻ സർ അങ്ങോട്ട് വന്നു. ആ ഇരിക്കൂട്ടോ, അല്പം തിരക്കിലുണ്ട്, 4 പേഷ്യൻ്റ് കൂടെ ഉണ്ട്. ആ സർ, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഷിഫ പറഞ്ഞു, ഡോക്ടർ നിങ്ങൾ നിങ്ങളുടെ പരിശോധന കഴിഞ്ഞിട്ട് വന്നോളൂ, ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കാം. റയാൻ സർ അകത്തേക്ക് തന്നെ പോയി. അജ്മൽ സാറിന് അതാ ഷിഫ പറഞ്ഞത് കേട്ട് ആകെപ്പാടെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അത് രക്ഷിക്കണം, എൻ്റെ ബുഷിയെ രക്ഷിച്ചേ തീരും, അല്ല ശരിയാവില്ല. എന്താന്നില്ലേ, എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചതും പോരാ, അവൻക്ക് എൻ്റെ പെങ്ങളെ കെട്ടണം പോലും. നാശിച്ചവൻ, വിടില്ല ഞാൻ വെറുതെ ഒരിക്കലും അവനെ. അജ്മൽ സാറിൻ്റെ മനസ്സിൽ ദേഷ്യം പതഞ്ഞു പൊങ്ങി. അതെ, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.